BMC ന്യൂസ് ലൈവ് ഫ്രം കൊച്ചി മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ് പവർഡ് ബൈ ഹീൽ ലൈഫ് തോട്ടക്കാട്ടുകര നസ്രത്ത് വില്ലാസ് ആൻഡ് BMC പ്രൊഡക്ഷൻ അങ്കമാലി. നമസ്കാരം, BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനു കൃഷ്ണ. വിദ്യാർത്ഥികളുടെ കഴിവുകൾ തിരിച്ചറിഞ്ഞ് ലക്ഷ്യത്തിലേക്ക് വഴിതെളിക്കുന്ന വിപുലമായ പദ്ധതികളുമായി വിദ്യാഭ്യാസ വകുപ്പ്, പൊതുവിദ്യാഭ്യാസ വകുപ്പ്, ഹയർ സെക്കൻഡറി വിഭാഗം, കരിയർ ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ് സെൽ സംസ്ഥാന തലത്തിൽ നടപ്പാക്കുന്ന ഡിസൈനിംഗ് ദ ഡെസ്റ്റിനേഷൻ പദ്ധതിക്കാണ് ജില്ലയിൽ തുടക്കമായിരിക്കുന്നത്. മികച്ച കരിയർ ലഭിക്കുന്നതിന് ഹയർ സെക്കൻഡറി തലത്തിൽ തന്നെ കൈത്താങ് നൽകി വിദ്യാർത്ഥികളെ മുന്നോട്ട് നയിക്കുന്നതാണ് പദ്ധതി. കരിയർ ഗൈഡുമാരും സൗഹൃദ കോർഡിനേറ്റർമാരുമൊക്കെയാണ് ഇതിൽ ഉൾക്കൊള്ളുന്നത്. പുതിയ തൊഴിൽ സാധ്യതകൾ പരിചയപ്പെടുത്തുന്നതാണിത്. ഇതുമായി ബന്ധപ്പെട്ട് കരിയർ ഗൈഡുമാർക്ക് ഏകദിന ശില്പശാല നടന്നു. പുതിയ കാലഘട്ടത്തിലെ തൊഴിൽ മേഖലകളെ കുട്ടികൾക്ക് ഇവർ പരിചയപ്പെടുത്തും. ഒരു വർഷത്തേക്ക് സ്കൂളിൽ നടത്തേണ്ട പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇതിന് സംസ്ഥാന തലത്തിൽ മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കിയിരിക്കുന്നു. ഓരോ വിദ്യാഭ്യാസ ജില്ലയും സ്കൂളും തയ്യാറാക്കിയ ഇന്നവേറ്റീവ് പ്രോഗ്രാമുകളും പദ്ധതിയിൽ ഉൾക്കൊള്ളുന്നുണ്ട്. കരിയറുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഇനി സ്കൂളിലെ FM-ലൂടെ കുട്ടികളിലേക്ക് എത്തും. എല്ലാ സ്കൂളുകളിലും ആഴ്ചയിലെ 2 ദിവസം കരിയർ FM-ലൂടെ 2 മിനിറ്റ് നീളുന്ന റേഡിയോ സംപ്രേഷണമാണ് നടക്കുക. സംസ്ഥാന തലത്തിൽ തയ്യാറാക്കുന്ന ഇതിനുള്ള വിശദാംശങ്ങൾ സ്കൂളുകൾക്ക് അതത് സമയങ്ങളിൽ കൈമാറും. കരിയർ യോജന മാഗസിനിലൂടെ തൊഴിലവസരങ്ങൾ പരിചയപ്പെടുത്തും. വായനാശീലം വർദ്ധിക്കുന്നതിനൊപ്പം കുട്ടികൾക്ക് ഏറ്റവും പുതിയ തൊഴിൽ സാധ്യതകൾ പരിചയപ്പെടാനും ഇതിലൂടെ സാധിക്കും. സ്കൂളുകളിലെ കരിയർ കോർണറുകളിലൂടെയും തൊഴിൽ സാധ്യതകൾ പരിചയപ്പെടുത്തും. ഓഗസ്റ്റ് 1 കരിയർ ദിനവും ആചരിച്ചിരുന്നു. വിദ്യാർത്ഥികളുടെ അഭിരുചി തിരിച്ചറിഞ്ഞ ദേശീയ സ്ഥാപനങ്ങളെ വരെ പരിശീലനം നൽകുന്നതിനും പദ്ധതിയുണ്ട്. സ്റ്റുഡൻസ് ഇനീഷ്യേറ്റീവ് ഫോർ ട്രെയിനിങ് ആൻഡ് റിജുവിനേഷൻ എന്ന പേരിൽ നടത്തുന്ന പദ്ധതിയിലൂടെ തൊഴിലധിഷ്ഠിത പരിശീലനം നൽകും. സ്കൂൾ ഓഫ് ഡ്രാമ, ന്യൂഡൽഹി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ, അഹമ്മദാബാദ്, പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ പരിശീലനം മുൻവർഷങ്ങളിൽ നൽകിയിട്ടുണ്ട്. ഇത്തവണ ഡിസൈനിംഗ് എന്ന വിഷയത്തിൽ അധിഷ്ഠിതമായാണ് പ്രവർത്തനം. അഭിരുചി നിർണയ പരീക്ഷ നടത്തിയാണ് കുട്ടികളെ തിരഞ്ഞെടുക്കുക. കേരള സിവിൽ സർവീസ് അക്കാദമിയുമായി സഹകരിച്ച് നടത്തുന്ന പാത്ത് ഫൈൻഡർ പദ്ധതിയുമുണ്ട്. അഭിരുചി പരീക്ഷയിലൂടെ 25 കുട്ടികളെ കണ്ടെത്തി അവർക്ക് 7 ദിവസത്തെ പരിശീലനം നൽകുന്നതാണ് പദ്ധതി. സിവിൽ സർവീസ് പരീക്ഷയ്ക്കുള്ള ഓറിയന്റേഷൻ എന്ന നിലയിലാണ് റെസിഡൻഷ്യൽ രീതിയിലുള്ള പരിപാടി നടത്തുന്നത്. 2 ജില്ലയിലുള്ള കുട്ടികളെ ഒരുമിച്ച് ചേർത്ത് ഒരു കേന്ദ്രത്തിലായിരിക്കും പരിശീലനമെന്നും ജില്ലാ കോർഡിനേറ്റർ ഡോക്ടർ CA ബിജോയ് പറഞ്ഞു. കോവിഡാനന്തര കാലഘട്ടത്തിൽ ജീവിതശൈലി രോഗങ്ങളുള്ളവർക്ക് സന്തുലിതമായ ആരോഗ്യ പരിപാലനത്തിന് ആലുവക്കടുത്ത് തോട്ടക്കാട്ടുകര ജംഗ്ഷനിൽ ഹീൽ ലൈഫ് തുറന്ന പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഫിസിയോതെറാപ്പി, സൈക്കോളജി, ആയുർവേദ ചികിത്സകൾക്കായി 8089011772 ബന്ധപ്പെടാവുന്നതാണ്. കുമ്പളങ്ങി പെരുമ്പടപ്പ് പാലത്തിന്റെ എക്സ്പാൻഷൻ ജോയിന്റുകളിൽ രൂപപ്പെട്ട വിള്ളലുകൾ ഭീതി ഉയർത്തുന്നു. പാലത്തിലെ ഫില്ലറുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഭാഗങ്ങളിലാണ് വിള്ളലുകൾ. ഇതുമൂലം പാലത്തിലെ കോൺക്രീറ്റ് പൊട്ടി ചെറിയ കുഴികളും രൂപപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട്. അരൂർ ഉയരപാത നിർമ്മാണം നടന്നുകൊണ്ടിരിക്കെ വലിയ വാഹനങ്ങളെല്ലാം ഈ റോഡിലൂടെ തിരിച്ചുവിടുന്നതിനാൽ റോഡുകളെല്ലാം തകർന്നിരിക്കുകയാണ്. വീതി കുറഞ്ഞ കുമ്പളങ്ങി റോഡിൽ വൈദ്യുതി പോസ്റ്റുകളും കാലഹരണപ്പെട്ട ടെലിഫോൺ പോസ്റ്റുകളും പലപ്പോഴും ഗതാഗതത്തിന് തടസ്സമാകുന്നുണ്ട്. കൂടാതെ ഓട്ടോകളുടെ അശാസ്ത്രീയ പാർക്കിങ്ങും നിരവധി അപകടങ്ങളാണ് വിളിച്ചു വരുത്തുന്നത്. പാലത്തിലെ വിള്ളലുകൾ പരിഹരിക്കപ്പെടുന്നതിനും പൊട്ടിപ്പൊളിഞ്ഞ റോഡുകൾ അടിയന്തരമായി നന്നാക്കുന്നതിനും നടപടി ഉണ്ടാവണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. കുമ്പളങ്ങി പെരുമ്പടപ്പ് പാലത്തിൽ എക്സ്പാൻഷൻ ജോയിന്റ് വിള്ളലുകൾക്കെതിരെയാണ് നാട്ടുകാർ പരാതി ഉന്നയിച്ചത്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെടലിനെ തുടർന്ന് അങ്കമാലി പട്ടണത്തിൽ സ്വകാര്യ ബസ്സുകൾ പരീക്ഷണാടിസ്ഥാനത്തിൽ വൺവേ സംവിധാനം ഒഴിവാക്കി സർവീസ് ആരംഭിച്ചു. വ്യാഴാഴ്ച മുതൽ ഒരാഴ്ചയാണ് ഇത്തരത്തിൽ സർവീസ് നടത്തുക. MC റോഡിൽ കാലടി ഭാഗത്ത് നിന്ന് വരുന്ന ബസ്സുകൾ LF ആശുപത്രിയുടെ മുൻഭാഗത്ത് നിന്ന് നേരെ കപ്പോള വഴി ദേശീയപാതയിലെത്തി ബസ് സ്റ്റാൻഡിലേക്ക് പോകണം. രാവിലെ 9 മുതൽ 10:30 വരെയും വൈകിട്ട് 4 മുതൽ 5:30 വരെയും ഒഴികെയുള്ള സമയത്തായിരിക്കും ട്രയൽ റൺ. സ്വകാര്യ ബസ്സുകളുടെ തിരക്ക് കുറയ്ക്കുന്നതിനും റണ്ണിംഗ് ടൈം സംബന്ധിച്ച പരാതികൾ തീർപ്പാക്കുന്നതിനുമാണ് പരീക്ഷണാടിസ്ഥാനത്തിൽ സർവീസ് ആരംഭിച്ചിട്ടുള്ളത്. കഴിഞ്ഞ മാസം 27-ന് ഇത്തരത്തിൽ ട്രയൽ റൺ നടത്തിയിരുന്നു. മേഖലയിലെ സ്വകാര്യ ബസ് ഡ്രൈവറാണ് കൂടുതൽ ദൂരം ബസ് ഓടിക്കുന്നതിലെ വിഷമതകൾ ചൂണ്ടിക്കാട്ടി കമ്മീഷനെ സമീപിച്ചത്. മേഖലയിലെ സ്വകാര്യ ബസ്സുകളുടെ സമയക്രമം നിശ്ചയിച്ചപ്പോൾ അന്ന് മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ 2.5 കിലോമീറ്ററോളം ദൂരം ബസ് അധികമായി ഓടിക്കേണ്ടി വരുന്നുവെന്നായിരുന്നു കമ്മീഷനിൽ ഡ്രൈവർ നൽകിയ പരാതി. അതേസമയം MC റോഡ് വഴി വരുന്ന വാഹനങ്ങൾ LF കവലയിൽ നിന്ന് ക്യാമ്പ് ഷെഡ് വഴി പോകാതെ നേരെ ദേശീയപാതയിലേക്ക് പോവുകയാണ്. അതിനാൽ ഒരാഴ്ചക്കാലം TB ജംഗ്ഷനിലേക്കും മിനി സിവിൽ സ്റ്റേഷനിലെ വിവിധ സർക്കാർ ഓഫീസുകളിലേക്കും പോകുന്നവർക്ക് ദുരിതമായിരിക്കും.
സുരക്ഷിതവും ആരോഗ്യകരവുമായ ഭക്ഷണം ഉറപ്പാക്കുന്നതിനായി എറണാകുളം ജില്ലയിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ പരിശോധന കർശനമാക്കുന്നു. 2024 ജൂൺ ജൂലൈ മാസങ്ങളിൽ നടന്ന പരിശോധനയിൽ 603 സ്ഥാപനങ്ങൾക്കെതിരെ നടപടി സ്വീകരിക്കുകയും അടച്ചിടാൻ നിർദ്ദേശം നൽകുകയും ചെയ്തു. 17,531 പരിശോധനകളാണ് ഇക്കാലയളവിൽ നടത്തിയത്. 7,670 സാമ്പിൾ പരിശോധനയ്ക്കെടുത്തു. 2,783 സ്ഥാപനങ്ങൾക്ക് പ്രശ്നപരിഹാരത്തിന് നോട്ടീസ് നൽകി. ഇക്കാലയളവിൽ 1,427 സ്ഥാപനങ്ങൾക്ക് നോട്ടീസ് നൽകുകയും 74,63,500 രൂപ പിഴ ചുമത്തുകയും ചെയ്തു. ഭക്ഷ്യ എണ്ണയുടെ പുനരുപയോഗം തടയുന്നതിന് നടത്തിയ പരിശോധനയിൽ 1,81,436 കിലോ ലിറ്റർ എണ്ണയാണ് ശേഖരിച്ചത്. പരിശോധനകൾ കർശനമാകുമ്പോൾ ഷവർമ വിൽക്കുന്ന കടകളിൽ പൂട്ടുവീഴുന്നതിന്റെ എണ്ണം വർദ്ധിക്കുന്നു. ഷവർമയ്ക്ക് മാത്രമായി രൂപവൽക്കരിച്ച സ്ക്വാഡ് ഒരു മാസം കൊണ്ട് 1,274 കടകളിലാണ് പരിശോധന നടത്തിയത്. ഇതിൽ 86 സ്ഥാപനങ്ങളുടെ പ്രവർത്തനം നിർത്തിവെച്ചു. 373 സ്ഥാപനങ്ങൾക്ക് നോട്ടീസ് നൽകി. ജില്ലയിൽ മാത്രം 2 മാസത്തിൽ 1,21,800 രൂപ പിഴ ഈടാക്കി. എല്ലാ ആഴ്ചയിലും ഷവർമ കടകളിൽ പ്രത്യേക നൈറ്റ് സ്ക്വാഡിന്റെ നേതൃത്വത്തിൽ പരിശോധന നടന്നുവരികയാണെന്ന് എറണാകുളം അസിസ്റ്റന്റ് ഫുഡ് സേഫ്റ്റി കമ്മീഷണർ ജോൺ വിജയകുമാർ PK പറഞ്ഞു. ഇരുമ്പനം ചിത്രപ്പുഴ റോഡിൽ വഴിനീളെ മാലിന്യം. തണ്ണീർച്ചാൽ പാർക്കിന്റെ എതിർവശത്ത് ഒരു വർഷമായി മാലിന്യം കുന്നുകൂടിയിട്ടും നഗരസഭ അധികൃതർ തിരിഞ്ഞു നോക്കുന്നില്ലെന്നാണ് പരാതി. റെസിഡൻസ് അസോസിയേഷനുകൾ പരാതി നൽകിയിട്ടും മാലിന്യം നീക്കാൻ നടപടിയില്ല. ചിത്രപ്പുഴയുടെ കൈവരിയായ തോട്ടിലേക്ക് മാലിന്യം വലിച്ചെറിയുന്നുണ്ട്. മഴ കനത്തതോടെ ഇവിടെ നിന്നും മലിനജലം അരിച്ചിറങ്ങി തോട്ടിലേക്ക് എത്തുന്നുണ്ട്. ഇരുമ്പനം തണ്ണീർച്ചാൽ പാർക്കിന് സമീപത്ത് മാലിന്യം വലിച്ചെറിയാതിരിക്കാൻ കമ്പിവേലി നിർമ്മിച്ചിട്ടുണ്ടെങ്കിലും അതൊന്നും കൂട്ടാക്കാതെ ആളുകൾ റോഡിൽ മാലിന്യം തള്ളുകയാണ്. മാലിന്യം റോഡരികിൽ തന്നെ കൂട്ടിയിട്ടിരിക്കുന്നതിനാൽ കാൽനട യാത്ര പോലും പ്രയാസമാണ്. ബെവ്കോ ഔട്ട്ലെറ്റിന് സമീപം വൻതോതിൽ വഴിയരികിൽ മാലിന്യം തള്ളിയിട്ടുണ്ട്. ഈ ഭാഗങ്ങൾ മാലിന്യം ശേഖരിക്കാൻ ബിൻ സ്ഥാപിക്കണമെന്ന ആവശ്യവും ശക്തമാണ്. നെട്ടൂരിൽ കായലിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ +1 വിദ്യാർത്ഥിനിയുടെ മൃതദേഹം കണ്ടെത്തി. മലപ്പുറം നിലമ്പൂർ സ്വദേശിനി ഫിദയാണ് മരിച്ചത്. വലയിൽ കുടുങ്ങിയ നിലയിൽ മത്സ്യത്തൊഴിലാളികളാണ് മൃതദേഹം കണ്ടെത്തിയത്. വെള്ളിയാഴ്ച രാവിലെ 6:30യോടെയാണ് ഫിദ നെട്ടൂർ കായലിൽ ഒഴുക്കിൽപ്പെട്ടത്. ഭക്ഷണ മാലിന്യം കളയാൻ പുഴയിൽ ഇറങ്ങിയപ്പോൾ കാൽ ചെളിയിൽ താഴ്ന്ന് വെള്ളത്തിൽ വീഴുകയായിരുന്നു. ഫയർഫോഴ്സും NDRFും ചേർന്ന് തിരച്ചിൽ നടത്തിയിരുന്നു. വയനാട് ഉരുൾപൊട്ടൽ ദുരിതബാധിതർക്ക് കൈത്താങ്ങുമായി എറണാകുളം ജനറൽ ആശുപത്രി ജീവനക്കാരുടെ കൂട്ടായ്മ. ആശുപത്രിയിലെ ജീവനക്കാർ മുതൽ ഡോക്ടർമാർ, കൂട്ടിരിപ്പുകാർ വരെയുള്ള വിവിധ വിഭാഗങ്ങളിലെ ജീവനക്കാർ ചേർന്ന് പിരിച്ചെടുത്ത 1,11,111 രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകി. ജില്ലാ കളക്ടർ NSK ഉമേഷിന് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷാഹിർ ഷാ ചെക്ക് കൈമാറി. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. അങ്കമാലി പ്രദേശത്തെ കലാവിദ്യാർത്ഥികൾക്ക് സുവർണ അവസരം. ലോക പ്രശസ്ത കലാവിദ്യാലയമായ കൊച്ചിൻ കലാഭവന്റെ അങ്കമാലി ഫ്രാഞ്ചൈസി കരയാമ്പറമ്പിനടുത്ത് എളവൂർ കവലയിലുള്ള സ്പ്രിംഗ്ഫീൽഡ് കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ക്ലാസിക്കൽ ഡാൻസ്, സിനിമാറ്റിക് ഡാൻസ്, കർണാട്ടിക് മ്യൂസിക്, സുംബ ഡാൻസ് എന്നീ വിഷയങ്ങളിൽ പ്രഗത്ഭരായ അധ്യാപകർ ക്ലാസുകൾ നയിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 9995208614.